അത് ഒഴിവാക്കിയത് പുതിയ വീഡിയോ സ്റ്റാർട്ടായി പറഞ്ഞു. അപ്പോൾ നമ്മളെ തിരൂർക്ക് പോയിക്കൊണ്ട് നിൽക്കുന്നത് നമ്മൾ കോട്ടക്കൽ എത്താനായി. അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് പാണക്കാട് വത്തേക്കുള്ള റോഡ് നമ്മൾ നേരെ നമ്മൾ കോട്ടക്കലിലേക്ക് കോട്ടപ്പടി അവിടുന്ന് നമ്മൾ തിരൂർ ഭാഗത്തേക്ക് തിരിയും. ഇവിടെ എത്തി. ഓക്കെ. കോട്ടപ്പടിക്കുന്നത് നമ്മൾ തിരൂർ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിയാണ് നമ്മളെ ഇവിടെ നമ്മളാരും ആർക്കും സൈഡ് കൊടുക്കൂല, നമുക്ക് സൈഡ് ഇങ്ങോട്ട് തരാം. സമയം വൈകിയാൽ ഒരു വണ്ടി പോകാൻ പാടില്ല. സമയം വൈകിയാൽ പിന്നെ വണ്ടിക്ക് സ്പീഡ് കൂടും, പ്രശ്നങ്ങളാവും. എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ. എപ്പോഴും നമ്മൾ എത്തിയിട്ട് ലാർത്തം പോകണം, അല്ലെങ്കിൽ നമുക്കത് വലിയ ആദ്യമാണ് ടൈം വൈകി എന്നുള്ളത്. പിന്നെ ക്ലാസ് ഇല്ല. അയ്യോ, ഇവിടെ റോഡ് പല സ്ഥലങ്ങളൊക്കെ വളരെ മോശമാണ്. ഇങ്ങനെ കാണാം, ഓരോ ട്രോളുകൾ കാണാം അല്ലേ. പക്ഷെ തിരൂര് മലപ്പുറം റോഡ് അത്രയ്ക്ക് അങ്ങോട്ട് മോശമല്ല. പക്ഷെ ക്ലിയറുള്ള ഭാഗം കുറച്ച് സ്ഥലങ്ങളുള്ളൂ കംപ്ലൈൻറ്റ്. ചില ഏരിയയിലൊക്കെ മഹാമോശമാണ്. ബസ്സുകാർക്ക് എവിടെ നിർത്തുക എന്നുള്ളതല്ല, ഒരു സൈഡ് കൂടി പോകില്ല, അങ്ങോട്ട് നിർത്തല്ലേ. ആ ബാക്കിൽ വേറെ വണ്ടിയിൽ വേണ്ട, അവർ ബൈക്കോട്ടെ എന്നുള്ള ഇതിലൊന്നും അത് നിർത്തില്ല. ചില അധിക ബസ്സുകാരും ചില റൂട്ടിലൂടെ ബസ്സുകാർ. അപ്പം മഞ്ചേരി കോഴിക്കോടൊക്കെ ഉണ്ടല്ലോ, എന്താണ് ഫൈറ്റിംഗ് ബസ്സുകാർ ഇവർ തമ്മിൽ തന്നെ ഭയങ്കര ഫൈറ്റിങ്ങാണ്. അങ്ങോട്ട് പോവുക, നമ്മളിങ്ങോട്ട് തിരൂർ ഭാഗത്തേക്ക് നമ്മുടെ വലത്തേക്ക് തിരിയണം. ഓക്കെ. يلا يا شيخ صراحة صراحة هذا خوف. إذا വണ്ടി ഹോണ്ട സിറ്റി ഡ്രൈവർ പുരസ്കാരം കേട്ടോ സിഗ്നൽ ഓട്ടോക്കാണ് സൈഡിലൂടെ കയറില്ല. നമുക്ക് ഓരോ വണ്ടികൾ കയറി വരുന്ന കോലം. ബസ്സിനെ ഈ ഭാഗമുള്ള തിരൂർ റോഡ്, തിരൂര് മലപ്പുറം റോഡ് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ റോഡാണ്.
കണ്ടമാനം വളവും തിരിവുകളൊക്കെ ഉള്ള റോഡാണ്. കോട്ടക്കലൊക്കെ കഴിഞ്ഞാൽ നല്ല, കോട്ടക്കത്തിന് മുന്നേ തന്നെ ഉണ്ട് നല്ല വളവുകളൊക്കെ വരാണ്ട്. വീതി കുറവാ റോഡ്. അപ്പോൾ വലിയ 2 ബസ്സൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ബ്ലോക്കായി, ഇവിടെ ആകെ ബ്ലോക്കാവും. ഇപ്പം ലോറിയുണ്ടോ, ലോഡ് മടി ലോറിയാണ്. ഇനി പോകാനൊന്നുമില്ല, ഇവിടെ കാലുവണ്ടിയല്ല, അവിടെ തിരിയണം. സിറ്റി നമുക്കൊരു ഒരു പേരയാണ്. അവിടെ വാങ്ങലേ അത് പിടിച്ചില്ല, ബാക്ക് പോട്ടെ. ബസ് തീരെ റോഡ് ഒരു വണ്ടിക്ക് സൈഡ് തരാനല്ല, അടിച്ച് ഇറങ്ങാനുള്ള സ്ഥലമല്ല. അടിച്ചില്ല, 2 ട്രാക്കറുള്ളൂ. അപ്പോൾ ഇതിന് മതിലായി 2 സൈഡ്. അങ്ങോട്ട് വീതി പോരാ, തീരെ ഇല്ല. പെരുത്തിരക്ക് കണ്ടമാനം വണ്ടികളാണ്. വണ്ടി കണ്ടമാനം പോകുന്ന സ്ഥലമാണ് ഇത്. കോട്ടക്കൽ ഭാഗത്തേക്ക്, തിരൂർ ഭാഗത്തേക്ക്, പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടുണ്ടല്ലോ, എന്താ പറയുക, ഈ മറ്റെന്താ പറയുക, മറ്റേ ആ ഭാഗത്തേക്ക് പോകണേ, തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകണേ ഒക്കെ വണ്ടി ഇതിൽ വരും. ഹൈവേക്ക് ഒന്നും ഇട്ടല്ല, നേരെ NH-47 റോഡ് പോയി കിട്ടണത്. ഇട്ടല്ല, കോട്ടക്കൽ കഴിഞ്ഞ് അങ്ങനെ പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു തീരുന്ന സ്ഥലമുണ്ട്, നമുക്ക് പറയാം ഉണ്ട്. നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് അവസരം മനസ്സിലാവും. അവിടെ അങ്ങോട്ട് തൃശ്ശൂർ കോഴിക്കോട് റോഡ് നമുക്ക് ഞങ്ങൾക്ക് ചേരുന്നത്. നേരെ തൃശ്ശൂർ കോഴിക്കോട് റോഡ് മക്കാണ് നേരെ പോകണത്. പിന്നെ അതിനെ കട്ട് ചെയ്ത് കൊണ്ട് വീണ്ടും തിരിച്ചു തന്നെ പോകും. റിമിയെ എന്തിനാ പഠിക്കണേ? എന്തിനാ പഠിക്കണേ? ഞാൻ +2. +2? ഞാൻ എന്താ ചോദിച്ചത്, എന്തിനാ പഠിക്കണേ? എന്തിനാ പഠിക്കണേ? എന്തിനാ പഠിക്കണേ? ഒടുക്കത്തിലൊമ്പരെണ്ണം വരെ എവിടെ എത്താൻ ഇപ്പോഴേ. ഇനിയിപ്പോ നമ്മളെ പഠനത്തെ കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ വലിയ വാർത്തകൾ വായിക്കില്ല. ഇപ്പോൾ ഒരു ഹൈസ്കൂളിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ ഇപ്പോൾ സാധാരണക്കാർ പഠിപ്പൊക്കെ നിർത്തി. ഇപ്പോൾ സാധാരണക്കാരൊക്കെ വേറെ വല്ല ഇതൊക്കെ പഠിക്കാൻ പോകും. ഓർക്ക് അല്ലേ രക്തപരിശോധിക്കുന്ന പരിപാടി അതൊക്കെ പഠിച്ചാൽ നമ്മൾ ഒരാൾക്കാർ. അതായത് ഒരു ഹൈസ്കൂളിൽ ജോലി കിട്ടണമെങ്കിൽ ഇപ്പോൾ ചുരുങ്ങിയത് 50 ലക്ഷം റുപ്യാണ്. അങ്ങനെ ലക്ഷങ്ങള് കിട്ടിയ കിട്ടി. അതുവരെ പക്ഷെ അതുവരെ ഈ വലിയ B.Ed വലിയ ഇതൊക്കെ എടുത്ത ആൾക്കാരൊന്നും ജോലിക്ക് വേറെ പോകില്ല. അത് PSC കാത്തിട്ട് അങ്ങനെയാണ് ജീവിതം നശിക്കണം. ഒരു വേറെ ജോലിക്ക് ഞാൻ നല്ല പഠിച്ച നല്ല ഡിഗ്രി ഒക്കെ തോന്നിയ ആൾക്കാരാണ്. അപ്പൊ സാധാരണ ഒരു ജോലിക്ക് പോകില്ല. കാരണം ഒരു പഠിച്ച ആൾക്കാരല്ലേ സ്റ്റേഷന് മോശമാണ് അവർക്ക്. അങ്ങനെ ജീവിതമാണ് പോകും. PSC വരുമ്പോൾ PSC ചെയ്തും ആരും കിട്ടൂല. അങ്ങനെ പറയുന്ന ഒരാൾക്കാരുടെ അവസാനം എന്തായിട്ടും കുറച്ച് പിന്നെ കുറച്ച് വലുതായിട്ട് എന്തെങ്കിലും വിദേശത്തൊക്കെ പോകും. വേറെ എന്തെങ്കിലും വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്തുണ്ടായാലും ഇപ്പോൾ ഡോക്ടർ ഭാഗം പഠിച്ച ഒരു ഹിന്ദിക്കാരൻ ഒരു ചെങ്കല്ല് പോരി പഠിക്കണ റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെ ഇയാൾ ഇവിടെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ പറഞ്ഞത് ഇയാൾ ഡോക്ടറാണ് ആ നാട്ടിലെ. അപ്പോൾ ആസാമിലെ എവിടെ നാട്ടിൽ. അപ്പോൾ അവിടുത്തെ ജോലിയൊന്നും കിട്ടാല്ല. പ്രൈവറ്റായിട്ട് ഇങ്ങനെ ഇതൊക്കെ നടത്തി നോക്കി. അത് വിജയിച്ചില്ല. പിന്നെ പൈസ കൊടുത്ത് കയറാല്ലേ സാമ്പത്തിക നായക്കുള്ള. അപ്പോൾ അതാ അവസ്ഥ. അത് ആ നാട്ടിൽ ജോലി ആൾക്ക് മടിയാണല്ലോ. എന്നിട്ട് ഇവിടെ കേരളത്തിൽ എത്തക്കാണ്ട് കല്ലും കോരി പഠിക്കില്ല. അപ്പോൾ റോട്ടം എന്നിട്ട് പിന്നെ കാട്ടി ആ നാട്ടിലൊക്കെ കൂടി നമ്മളെ ആൾക്കാർ കൂടി കളിക്കും. എന്ത് കാട്ടി അയാൾക്ക് ഒരു ലാഭം കുട്ടി കൊടുത്തുകൊണ്ട് അങ്ങനെ സഹകരിച്ചാണ് അങ്ങനത്തെ അതിൻ്റെ ഒരു റിപ്പോർട്ടിനായി കുറച്ച് കാലമായിട്ടും. അപ്പോൾ അതേമാതിരി തന്നെ ഡോക്ടർ വിഭാഗം പഠിച്ചാൽ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത് കിട്ടണമെങ്കിൽ ഭയങ്കര അത് പഠിക്കാനകത്ത് 50 ലക്ഷം രൂപ അത്രയും വേണമല്ലോ. ഡോക്ടർ വിഭാഗം പഠിക്കാൻ വലിയ സംഖ്യ വേണം. അതുമാതിരി സ്കൂൾ ജോലി കിട്ടാനൊക്കെ വലിയ എമൗണ്ടുകൾ വേണം പെട്ടെന്ന് ജോലി ആണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ട് അങ്ങനെ ലക്ഷണങ്ങൾ ആൾക്കാർ ഇങ്ങനെ നടക്കണം. അത് ഇപ്പം കിട്ടും, ജോലി കിട്ടും. ആ പ്രതീക്ഷയില്ലാണ്ട് ഒരു ജോലിക്കും പോരാ.
തിരക്കുകളില്ല. മറ്റേ കുറച്ച് സാമ്പത്തികം ഉള്ളവന് ഭൂമിയൊക്കെ ഉള്ളവന് അതൊക്കെ വിറ്റുകാണ്ടുള്ളൊക്കെ ജോലിട്ട് നോക്കാം. അത് മാത്രം പഠിച്ച കാര്യമില്ല. വേഗം തൊട്ടെ SLC കഴിഞ്ഞ് +2 കഴിഞ്ഞാണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ഒരു ജോലി പഠിക്കാൻ വേണ്ടി ഇറങ്ങാം. ഒരു ജോലി എന്തെങ്കിലും പഠിക്കാം, കൈത്തൊഴിൽ എന്തെങ്കിലും പഠിച്ചാൽ ജീവിച്ചു പോവാം. ജീവിക്കാൻ നല്ലതെന്താ, ജീവിച്ചു പോകാൻ നല്ല. അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവാം, അവിടെയൊക്കെ ഒരു സ്കൂപ്പിൽ എന്തെങ്കിലും പുറത്തൊക്കെ പഠിക്കാം. ഇപ്പം നമ്മുടെ കടൻ്റെ മുകളിലെ റൂമിൽ ഇപ്പം ഇന്നലെ ഉദ്ഘാടനം, നമ്മളെ മോഹൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ഇന്നലെ രാവിലെ ഉദ്ഘാടനം, ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ. പിന്നെ ലാബാണ് അവിടെ, ഇത് പഠിപ്പിക്കുന്ന സെൻ്ററാണ്. അതിൽ SLC പാസ് മതി തോന്നുന്നുണ്ട്. അതിനെ മിനിമം യോഗ്യത പാസ് വരുന്നത്. ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞു. പ്രൈവറ്റ് സ്കൂൾ മാറിക്കള സ്ഥലം ഒതുക്കുങ്ങൽ അല്ലേ? ഒതുക്കുങ്ങൽ. വണ്ടിയല്ല, നമുക്ക് വിടാൻ കഴിയില്ല. വണ്ടി വിടാൻ കഴിയുന്നില്ല. റോഡ് നിറച്ച് വണ്ടികളാണ്, ഫുൾ ട്രാഫിക്കാണ്. നേരത്തെ പറഞ്ഞ അതേസമയം രാവിലെ ഒരു 8 മണിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥാപനങ്ങളും എന്തൊക്കെ സർക്കാർ ജോലി എല്ലാം തുടങ്ങലൊക്കെ എല്ലാം രാവിലെ ഒരു 10 മണിയൊക്കെ ആവും. ഒരു 8:30 മണിക്കെല്ലാം കൂട്ടുന്ന ഇറങ്ങും, ജോലിക്ക് ഇറങ്ങും. അപ്പോൾ റോഡ് ഭയങ്കര റിസ്ക്കില്ല. അതേ സമയം ഒരു 8 മണിൻ്റെ മുന്നേ വന്നാലോ റോഡ് കാലികളും വളവുകളോട് വളവുകൾ അതൊക്കെ പറ്റില്ല. ഇന്ത്യക്കാരൊക്കെ ഇന്ത്യക്കാരൊക്കെ നമ്മളെ കസ്റ്റമർ അധികം ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാർക്ക് ഭയങ്കര രസങ്ങളാണ്. ഇവര് ഇവിടെ വന്നിട്ട്